കോറോ ഹെൽത്ത് കമ്പനിയിലെ പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം ശക്തം. വിവിധ സംഘടനാ നേതാക്കൾ ജീവനക്കാരെ പിന്തുണച്ച് കോറോ ഹെൽത്ത് ഓഫീസിലെത്തി. ജീവനക്കാരെ അകത്ത് കയറ്റാതെ അധികൃതർ ഓഫീസ് പൂട്ടിയിരുന്നു. തുടർന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓഫീസ് തുറന്ന് ജീവനക്കാരെ അകത്ത് പ്രവേശിപ്പിച്ചു. കയറി ബാത്റൂമിലോ മറ്റോ പോകേണ്ടതൊക്കെ പോയിക്കോ. നിങ്ങളെ സ്ഥാപനമല്ലേ, നിങ്ങൾ അങ്ങനെ ഇറങ്ങി പോകണ്ടല്ലേ? രാവിലെ മുതലേ രൂപകണക്കിനാണ് പുറത്തേക്കാണ്. ഇല്ല, നിങ്ങൾക്ക് പ്രാഥമിക വിദ്യാലയങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ ടോയ്ലറ്റ് പോകാനൊക്കെ ഉണ്ട് പോയിക്കോ. നിങ്ങളെ സ്ഥാപനമാണ്, കയറുന്നവർ കയറിക്കോളി. ആരും ഒന്നും ചെയ്യാനും പോകുന്നില്ല. ഇവിടെ സൗകര്യമുണ്ട്. അതുകൊണ്ട് തുറന്നു നമുക്ക് നോക്കാം. അല്ലാത്തവരൊക്കെ നിങ്ങളെ സ്ഥാപനമാണല്ലോ, അവരെന്തോ തീരുമാനം ഉണ്ടായിക്കോട്ടെ. ടോയ്ലറ്റ് പോകണോ, അകത്തിരുന്നോ, പിന്നെ പോകണേ പോവാലോ. അതേസമയം 10-ാം തീയതി മന്ത്രിതല ചർച്ച നടക്കുമെന്ന് ഉമാ തോമസ് MLA പറഞ്ഞു. മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഹയർ ഓഫീഷ്യൽസിന് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കണം. അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന ഒരു തീരുമാനത്തിലാണ് പിരിഞ്ഞത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ഇന്ന് രാവിലെ അവർക്ക് 6-ാം തീയതി ഇന്ന് രാവിലെ അവർക്ക് എത്താൻ സാധിക്കില്ല, 10-ാം തീയതി ആക്കണം എന്ന് അവരുടെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ലേബർ കമ്മീഷണറും അതുപോലെ തന്നെ ലേബർ ഓഫീസറും എല്ലാം വന്നിട്ട് ഇന്ന് കുട്ടികളുടെ വിവരങ്ങൾ എന്താണെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് മീറ്റിങ്ങിന് ഇവിടെ എത്തിയിരിക്കുന്നത്. അതേസമയം നമ്മളുടെ കുട്ടികൾ കുറേ പേര് അവരുടെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന് അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരെ ആരെയും ഓഫീസിലേക്ക് കയറ്റിയിട്ടില്ല. ഇത്രയധികം കുട്ടികൾ, 800ഓളം കുട്ടികൾ നമ്മളുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നവർ, മെഡിക്കൽ കോഡിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഇല്ലാതാവുക, ജോലി നഷ്ടപ്പെടുക എന്നുള്ള ഒരു സന്ദർഭം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കിലെടുത്താണ് മിനിസ്റ്റർ ഈ മീറ്റിങ്ങിന് പങ്കെടുത്തോളാം എന്ന് പറഞ്ഞിരിക്കുന്നത്. കമ്പനി അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. കമ്പനിയിലെ കുട്ടികൾ, കോറോ ഹെൽത്തിലെ കുട്ടികൾ ട്രേഡ് യൂണിയൻസ് ആയിട്ട് വിശദമായിട്ടുള്ള മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ തന്നെ കമ്പനി തുറന്ന് പ്രവർത്തിക്കും. കുട്ടികൾക്ക് അവിടെ ഇരിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. 10-ാം തീയതി കമ്പനി റീസ്റ്റാർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഗവൺമെൻറ്റിന് അതിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം അവർക്ക് വേണമെങ്കിൽ വാട്ട് എവർ സപ്പോർട്ട് നീഡഡ് അത് സർക്കാർ ചെയ്തു കൊടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരിട്ട് തന്നെ വന്ന് മീറ്റിംഗ് നടത്തുന്നുണ്ട്. ടിൽ ദെൻ നമ്മൾ ക്ലോഷറുമായിട്ട് ഒന്നും ലീഗൽ പ്രൊസീജിയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഓൾസോ നോട്ട് സ്റ്റാർട്ടിംഗ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ മീറ്റിംഗ് ടു ഹാപ്പൻ. അതുവരെ തുടർന്ന് പോകുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.